ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഗൂയി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. മൈദ ആയാലും മതി കേട്ടോ. പിന്നെ നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ വേണം. അൺസ്വീറ്റൻഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര വേണം. ഒരു നുള്ള് ഉപ്പ് വേണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ ഒരു മുട്ട വേണം നമുക്ക് ഇതിനായിട്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ചൂട് പാല് വേണം. 2 ടേബിൾ സ്പൂൺ കോഫി വേണം. അത് ചൂട് കോഫി വേണേ. അത് ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി. അതായത് ഞാനിവിടെ നെസ്കഫെ ആണ് എടുത്തിരിക്കുന്നത്. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി ആയാലും മതി. പിന്നെ നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാൻ ഇവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും എടുക്കാം അതിന് പകരം. ഓയിൽ ഫ്ലേവർലെസ് ആയിരിക്കണമെന്നേ ഉള്ളൂ, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ, കൊക്കോ പൗഡർ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അതൊന്ന് ബീറ്റ് ചെയ്യണേ. സ്പൂണോ ഫോർക്കോ വെച്ച് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി 4 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യുക. വളരെ ഈസി ആട്ടോ, വലിയ ജോലിയൊന്നുമില്ല ഈ കേക്ക് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റ്. ഇനി 1/2 കപ്പ് ചൂട് പാല്. ഈ ചൂട് പാൽ എന്തിനാന്ന് വെച്ചാൽ ഞാനിവിടെ കൊക്കോ പൗഡർ കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ആവാനും അതിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ചൂട് കോഫി ഇതിലേക്ക് ചേർക്കണം. ഈ കോഫിയും ചേർക്കുന്നത് ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവർ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ട കെട്ടാതെ. ഇത്രയേ ഉള്ളൂ മിക്സിങ്. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട്, ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2-3 ഫ്രണ്ട്സ് ചോദിച്ചു ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്, ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ. അതുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് വരയ്ക്കുക ഇതുപോലെ. എന്നിട്ട് ഒരു കത്രിക വെച്ചിട്ട് ആ പെൻസിൽ വെച്ച് വരച്ചിട്ടില്ലേ അതിൻ്റെ അകത്തെ ഭാഗം വെച്ചിട്ട്, പെൻസിലിൻ്റെ ഇതൊന്നും നമ്മുടെ പേപ്പറിൽ വരാൻ പാടില്ല, അകത്തെ ഭാഗത്ത് കട്ട് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യുക. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ ബട്ടർ പേപ്പർ അതിൽ വയ്ക്കുക. ഈ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് പൗഡർ അതിലേക്കൊന്ന് വിതറി കൊടുത്താൽ മതി. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് പൗഡർ, അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കുട്ടികൾക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഇത്. ഇനി ഇത് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒരു 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. എൻ്റെ കേക്ക് ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡിയായി. അതായത് ടൂത്ത്പിക്ക് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ഒന്നും ഒട്ടാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഉണ്ടാക്കിയ പാത്രത്തിൽ ഒന്ന് തണുക്കാൻ വെച്ചിട്ട് വേറൊരു വയർ റാക്കിലേക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം.
ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഐസിങ്, വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി.